അനീഷിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. നെവിനുമായി ഉണ്ടായിരുന്ന ഫൈറ്റിൽ നിന്നായിരുന്നു അനീഷിൻ്റെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തോട്ടേക്ക് വന്നത്. ഇന്ന് പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് എടുത്തു വന്ന സാധനങ്ങളെല്ലാം വെരിഫൈ ചെയ്യുമ്പോൾ നെവിൻ സംസാരത്തിനിടയിൽ കുറച്ച് കയറി നിന്നുപോയി. അത് അനീഷിനെ പ്രൊവോക്കാക്കുകയായിരുന്നു. അനീഷ് പറഞ്ഞു, ക്യാമറ കുറച്ച് എൻ്റെ മുഖം കൂടി കാണിക്കട്ടെ, നീ എന്തിനാണ് എന്നെ മറിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അനീഷിൻ്റെ വായിൽ നിന്ന് ക്യാമറ എന്ന പദം വന്നതോടുകൂടി മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും അനീഷിൻ്റെ നേരെ തിരിയുകയായിരുന്നു. ഇത്രയും നാൾ നീ ഇവിടെ കപട നാടകം ആടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളാരും ക്യാമറയെക്കുറിച്ച് ഒരു ബോധവുമായിരുന്നില്ല. നീ മാത്രമാണ് ക്യാമറയെക്കുറിച്ചും സ്ക്രീൻ സ്പേസിനെ കുറിച്ചും ചിന്തിച്ചത്. ഞങ്ങളെല്ലാവരും ലക്ഷറി ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ ക്യാമറയെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നീ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നീ ഇവിടെ ജീവിക്കുകയാണ്, നീ അഭിനയിക്കുന്നില്ല, മറ്റുള്ളവരാണ് ഇവിടെ കപടമായി നടക്കുന്നത്, അവർ എല്ലാവരും ഇവിടെ ക്യാമറ സ്പേസിന് വേണ്ടി നടക്കുകയാണ്, സ്ക്രീൻ സ്പേസിന് വേണ്ടി നടക്കുകയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാരും ശ്രദ്ധിക്കാത്ത കാര്യമല്ലേ ഇപ്പോൾ നീ ശ്രദ്ധിച്ചിരിക്കുന്നത്? കണ്ടില്ലേ, അക്ബർ ആ സമയം പറഞ്ഞു, അനീഷേട്ടൻ്റെ വായിൽ നിന്ന് സത്യം വന്നത് കണ്ടില്ലേ, അള്ളാഹ് തെളിയിച്ചത് കണ്ടില്ലേ എന്നൊക്കെയായിരുന്നു അക്ബർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷാനവാസും കുറേ നേരം അനീഷുമായി കയർത്ത് സംസാരിച്ചു. നിന്റെ പൊയ്മുഖം ഞാൻ ഇവിടെ വലിച്ചു കീറും. നീ ഒരുപാട് നാളായി അഭിനയിക്കുവാൻ തുടങ്ങിയിട്ട്. മറ്റുള്ളവരെല്ലാവരും ഇവിടെ അഭിനയിക്കുന്നു, നീ മാത്രം ഇവിടെ സത്യസന്ധനായി ജീവിക്കുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോൾ കണ്ടില്ലടാ എന്തിനു പറ്റി എന്നുള്ള തരത്തിലായിരുന്നു ഷാനവാസ് അനീഷിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. പാവം അനീഷ് അറിയാതെ വായിൽ നിന്ന് വിട്ടുപോയതായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരാൻ വേണ്ടി അനീഷ് അവിടെ ബഹളം വെക്കുകയായിരുന്നു. പിന്നെ അനീഷ് ഇന്നലെ നടന്ന സംഭവങ്ങൾ പറയുവാൻ തുടങ്ങി. ഇന്നലെ സാബുചേട്ടൻ വന്നപ്പോൾ തിരക്കഥാ റൗണ്ടിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി നെവിൻ കാരണം. അവൻ്റെ മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടൽ, തലയാട്ടൽ, ഇതെല്ലാം ആ ടാസ്ക് എനിക്ക് നന്നായി ശ്രദ്ധിക്കുവാൻ പോലും പറ്റിയില്ല. അവൻ എപ്പോഴും അങ്ങനെയാണ്, ഒട്ടും അറ്റൻഷൻ ഇല്ലാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കും എന്നുള്ള തരത്തിലെല്ലാം അനീഷ് പറയുവാൻ തുടങ്ങി. ഒരുപാട് ബഹളം വെച്ച് തുടങ്ങിയപ്പോൾ പതുക്കെ എല്ലാവരും അവിടെ നിന്ന് വലിഞ്ഞു പോവുകയായിരുന്നു. കാരണം ഇനിയും ഒരു സ്ക്രീൻ സ്പേസ് അനീഷിന് കൊടുക്കണ്ട എന്ന് കരുതി. സത്യം പറയാമല്ലോ, എല്ലാവരും ക്യാമറ മറന്ന് അവിടെ ടാസ്ക് ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ അനീഷ് മാത്രമായിരുന്നു ക്യാമറയിൽ താൻ നന്നായി കുടുങ്ങണം, അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ് തൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ള തരത്തിൽ അവിടെ നിന്നത്. എന്നിട്ട് അനീഷ് പറയുകയും ചെയ്തു, ക്യാമറ ഫോക്കസ് ആകുമ്പോൾ ക്യാമറയ്ക്ക് ഇങ്ങനെയെല്ലാം മാറ്റങ്ങളുണ്ടാകും, അതിലെ ലൈറ്റ് കത്തുമ്പോൾ അതിന് ഇന്ന മാറ്റങ്ങളാണ് എന്നുള്ള തരത്തിലെല്ലാം ക്യാമറയെക്കുറിച്ച് അനീഷ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അനീഷ് ഈ വീട്ടിലെ എല്ലാ ക്യാമറയും നന്നായി സൂക്ഷിച്ചു നോക്കിയ ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും അനീഷ് പെട്ടു. ഇനി ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും മറ്റുള്ള ഹൗസ്മേറ്റ്സ് അനീഷിനെ കൊട്ടാൻ പോകുന്നത്. ഇനി ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തീർച്ചയായും പറയും, നിന്റെ അഭിനയം നിർത്തിയിട്ട് പൊയ്ക്കോ എന്ന്. അതായിരിക്കും ഇനി അനീഷിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.